തിരുവനന്തപുരത്ത് വളരെ ബ്യൂട്ടിഫുള്ളും പീസ്ഫുള്ളുമായ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ലൊക്കേഷൻ എല്ലാ തരത്തിലുമുള്ള മോഡേൺ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നിങ്ങൾ വാങ്ങി താമസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. മെയിൻ റോഡിന് തൊട്ടടുത്തായി വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ കൊടുത്തിട്ടുള്ള ഈസിലി ആക്സസിബിൾ ആയ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റിനുള്ളിലാണ് ഈ ഒരു വീടും വരുന്നത്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിനായി വീഡിയോ മുഴുവനെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മഞ്ചാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു ഇരുനില വീട് നിർമ്മിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷനും വരുന്നത്. കാണുന്നത് പോലെ മുഴുവനായി ഒരു മോഡേൺ ബോക്സ് ടൈപ്പ് കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയറായി യൂസ് ചെയ്തിരിക്കുന്നത്. തികച്ചും പ്രീമിയം ലുക്കിൽ വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിലാണ് വീടിന്റെ ഫ്രണ്ട് ഫസേഡ് ഒക്കെ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാണുന്നത് പോലെ വീടിന്റെ ഫ്രണ്ടിലൂടെ തന്നെ 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ പോകുന്നുണ്ട്. 70ഓളം വീടുകളുടെ വർക്ക് പൂർത്തിയായി താമസം ആരംഭിച്ചതും മറ്റു വീടുകളുടെ വർക്കും നടക്കുന്ന വലിയൊരു വില്ല പ്രോജക്റ്റിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു വീടും. വീടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വെറും ഒരു 100 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഈ ഒരു 100 മീറ്റർ നടന്ന് കയറിയാൽ തന്നെ അവിടെ തന്നെ ബസ് സ്റ്റോപ്പും അവൈലബിൾ ആണ്. ഈ ഒരു 5 BHK വീട് നിർമ്മിച്ചിരിക്കുന്നത് 5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ അടിപൊളി എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും വീടിന് ചുറ്റുമുള്ള സ്പേസും നല്ല നാച്ചുറൽ തീമിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. മുന്നിലായി തന്നെ നല്ല വീതിയിലുള്ള ഒരു സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മുറ്റം മുഴുവനായി കല്ലുകളും പുല്ലുകളും ഒക്കെ പായിക്കൊണ്ടാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. 2-3 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് കഴിയുന്ന സ്പേസ് ആണ് മുറ്റത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല പൊസിഷൻസിലായി ഗാർഡനിങ് പ്രൊവിഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് പൊസിഷൻസിലും ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. വലിയൊരു കാർ തന്നെ ഈസിയായി പാർക്കിംഗ് കഴിയുന്ന സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കവേർഡ് കാർപോർച്ച് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് വേണമെങ്കിൽ 1-2 ബൈക്കും പാർക്ക് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിലായി തന്നെ നല്ല മനോഹരമായ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ ലഭിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയയുടെ വാൾസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും മുഴുവനായി തേക്കിൽ വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോർ സീലിംഗ് ഡിസൈനിങ്സും ഫ്ലോറിംഗും ഈ ഒരു സ്പേഷ്യസ് സിറ്റ് ഔട്ട് ഏരിയ നല്ല പ്രീമിയം ലുക്കിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു മെയിൻ ഫ്രണ്ട് ഡോറിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഗ്രൗണ്ട് ഫ്ലോർ ഹാളിലേക്കാണ് എത്തിച്ചേരുന്നത്. ആദ്യമേ തന്നെ വളരെ വിശാലമായ സിറ്റിംഗ് ഏരിയ ലഭിക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെ തന്നെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യമേ കയറി വരുന്ന ഈ ഒരു സ്പേഷ്യസ് ആയ പോർഷൻ തന്നെയാണ് വീടിന്റെ ആ ഒരു ലിവിംഗ് സ്പേസ് ഏരിയ. 5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 5 ബെഡ്റൂംസും 5 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്നത് 95 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. ഫ്ലോറിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും കജാരയുടെ വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫോർ സീലിംഗിലേക്ക് നോക്കിയാൽ നല്ല പ്രീമിയം ലുക്കിൽ വോം LED ലൈറ്റിംഗ്സും പ്രൊഫൈൽ ലൈറ്റ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മനോഹരമായി തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു സൈഡിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രീമിയം ലുക്കിംഗ് TV യൂണിറ്റും ഈ ഒരു സ്പേസിനെ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. കാണുന്നത് പോലെ പ്രീമിയം ലുക്കിംഗ് ഫോർ സീലിംഗ് വർക്സും ഇന്റീരിയർ ഡെക്കറേഷൻസ് തന്നെയാണ് വീടിന്റെ എല്ലാ സ്പേസിലും കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ ആ ഒരു സെപ്പറേറ്റഡ് ആയ ഡൈനിങ് സ്പേസ് ഏരിയ. ഇതിനോട് ചേർന്ന് തന്നെയാണ് വീടിന്റെ ആ ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പേസ് ഒന്നുകൂടെ അട്രാക്റ്റീവായി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഇവിടെ തന്നെ വാഷിംഗ് ഏരിയ വീടിന്റെ ആ ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും കാണാൻ കഴിയുന്നുണ്ട്. കാണുന്നത് പോലെ തികച്ചും സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും കൊടുത്തിരിക്കുന്നത്. വീടിനുള്ളിലെ ഒരു സ്പേസിൽ പോലും ഇന്റീരിയർ ഡെക്കറേഷൻസിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളത് കാണാൻ കഴിയും. തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ 5 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക്സ് ആയാലും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് 3 ഫേസ് പവർ സപ്ലൈ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ ആദ്യത്തെ ബെഡ്റൂം. കാണുന്നത് പോലെ വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും ഫോർ സീലിംഗ് വർക്സും എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ബെഡ്റൂംസിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. കാണുന്നത് പോലെ എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ബാത്റൂംസിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ മോഡൽ ഫ്ലോർ മോഡൽ WC, വാഷ് ബേസിൻ വിത്ത് മിറർ, മിക്സഡ് ടാപ്പ് വിത്ത് ഷവർ, എക്സോസ്റ്റ് ഫാൻസ് എന്നിങ്ങനെ എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ബാത്റൂംസിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. 5 അറ്റാച്ച്ഡ് ബാത്റൂംസിലും എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലെ 3 ബെഡ്റൂംസും ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസിനേക്കാളും വളരെ വലുത് തന്നെയാണ്. അതിലെ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായി ഏറ്റവും വലിയ ഫ്ലോർ സ്പേസോട് കൂടി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാത്തരം സാനിറ്ററി ഫിക്സേഴ്സിനും സെറോയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് തൊട്ട് മുന്നേ പറഞ്ഞ ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചൺ ആണ്. ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസിനായി ക്യാബിനറ്റ്സ് എല്ലാം തന്നെ താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചൺ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബ് സിങ്കും കൊടുത്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ തികച്ചും ബ്യൂട്ടിഫുൾ സ്പേഷ്യസുമായ ഒരു മോഡേൺ മോഡുലർ കിച്ചൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ബാക്ക് യാർഡ് ഏരിയയിലേക്കാണ്. ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഈ ഒരു ബാക്ക് യാർഡ് ഏരിയയിൽ തന്നെ വാഷിംഗ് ഏരിയയും നനകലും വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സായ കിണറും ഗാർഡനിങ് പ്രൊവിഷൻസും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ കാണുന്ന മനോഹരമായ സ്റ്റെയർകേസ് ഏരിയയിലൂടെ വേണം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ. ഈ ഒരു സ്പേസ് മുഴുവനെ തീർത്തും അട്രാക്റ്റീവായി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഇതിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുന്നത് വിശാലമായ ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ്. ഇവിടെ തന്നെ ധാരാളം സിറ്റിംഗ് ഏരിയ തന്നെ ലഭിക്കുന്ന ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സെക്കൻഡറി TV യൂണിറ്റും അവൈലബിൾ ആണ്. ഒരു ഫാമിലി മീറ്റിംഗ് സ്പേസ് ആയ ഗെറ്റ് ടുഗദർ പ്ലേസ് ആയി യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സ്പേസ് തന്നെ ആയിരിക്കും ഇത്. ഫസ്റ്റ് ഫ്ലോറിലാകെ മൊത്തം 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസും വിശാലമായ ഒരു ബാൽക്കണി സ്പേസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ തന്നെ ആദ്യത്തെ ബെഡ്റൂം. കാണുന്നത് പോലെ ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ ബെഡ്റൂംസും ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതിനേക്കാളും വലുതായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മഞ്ചാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ അവൈലബിൾ ആണ്. വെറും 100 മീറ്റർ മാത്രമാണ് വീടിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള ദൂരം. ഈ ഒരു മെയിൻ റോഡിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ തന്നെ ബസ് സ്റ്റോപ്പും അവൈലബിൾ ആണ്. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. വളരെ പീസ്ഫുൾ ആയ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ലൊക്കേഷൻ, നോയ്സും പൊല്യൂഷൻസും ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാതെ പീസ്ഫുള്ളായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു വീട്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഇനി ഫസ്റ്റ് ഫ്ലോർ ഹോളിലെ ഈ ഒരു ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസ് കാണാൻ കഴിയും. ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ ഒരു റൂഫിംഗ് ഒക്കെ ചെയ്താൽ വളരെ നല്ല രീതിയിൽ തന്നെ എഫിഷ്യന്റ് ആയി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെയാണ്. ഇതിലൂടെ ടെറസ് ഫ്ലോർ ഏരിയയിലേക്ക് വന്നാൽ വിശാലമായ ഫ്ലോർ സ്പേസ് ലഭിക്കുന്ന ഒരു ടെറസ് ഫ്ലോർ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു പാർട്ടിയൊക്കെ നടത്താനുള്ള വിശാലമായ സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം ഈ ഒരു ഏരിയയുടെ മൊത്തം വ്യൂവും ഇവിടെ നിന്ന് കാണാൻ കഴിയും. കാണുന്നത് പോലെ ഒരുപാട് വീടുകൾ വീടിന് ചുറ്റും അവൈലബിൾ ആണ്. ഒരുപാട് VIP ഒക്യുപ്പൻസ് ഉള്ള നല്ല പ്രീമിയം കമ്മ്യൂണിറ്റി ഗേറ്റഡ് വില്ലയ്ക്കുള്ളിലാണ് നിങ്ങൾ വീട് വാങ്ങി താമസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഒരു ഈവനിംഗ് ടൈമിലൊക്കെ പീസ്ഫുൾ ആയ നാച്ചുറലിന്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വിശാലമായ ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ പ്രീമിയം ബിൽറ്റ് ഗോൾഡ് ചെയ്ത് നിർമ്മിച്ച ഈ ഒരു 5 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 95 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീട് വിസിറ്റ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. കൂടുതൽ വീഡിയോസ് ഒക്കെ ഇവിടെ ഒരു പ്ലേലിസ്റ്റേക്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്